അനുമോൾ ക്യൂട്ടല്ലേ, കാണാൻ ചേലല്ലേ, ഹൃദയം ജല്ലല്ലേ, കപ്പെടുത്തില്ലേ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, PR കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ശൈത്യ എവിക്റ്റ് ആകേണ്ട ആളായിരുന്നു, കുറച്ച് ആളുകൂടെ നിന്നെന്ന് പറഞ്ഞില്ല, അതുപോലെ എനിക്ക് നിക്കായിരുന്നു. നടക്കാത്ത കാര്യം കള, നടക്കുന്ന കാര്യം ആലോചിക്കും. പക്ഷെ PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമോ? ചോദിക്കേ. അല്ല, ഞാൻ 100% വിശ്വസിക്കുന്ന ആളാണ് ബിൻസി കുറച്ച് നാൾ കൂടി അവിടെ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് വിശ്വസിക്കുന്ന ആളാണ്. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം സാർ. മെജോറിറ്റി ആൾക്കാർക്ക് PR ഉണ്ട്, പക്ഷെ അവിടെ യൂസ്ഫുൾ ആയത് ചുമ്മാ നിന്നാലും എന്തെങ്കിലും ചെയ്താലും ലൈവ് അതും ഇതൊക്കെ കട്ട് ചെയ്ത് നല്ല ഇമോഷണൽ സാധനങ്ങളൊക്കെ കയറ്റി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ ആൾക്കാരുണ്ട്. എന്റെ പേജിലൊന്നും ഒരു വീഡിയോ പോലും ഉണ്ടായിരുന്നില്ല. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്തിനാണ് പിന്നെ നിനക്ക് തച്ച് തന്നത്? പക്ഷെ അതുപോലെ തന്നെ PR ഇല്ലാതെ നിന്ന ഒരാളാണ് നെവിൻ. പക്ഷെ നെവിൻ 100 days അവിടെ കംപ്ലീറ്റ് ചെയ്തു. അത് ഉത്തരം പറ. അത് അഗ്നേബിന്റെ ഒരു പ്രത്യേകതരം കഴിവാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അനുമോൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വിന്നർ ആരും അംഗീകരിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇപ്പൊ ബിൻസി അംഗീകരിക്കുന്നില്ല, ഷാരിയ ചേച്ചി അംഗീകരിക്കുന്നില്ല, ശൈത്യ അംഗീകരിക്കുന്നില്ല, അപ്പാനി അംഗീകരിക്കുന്നില്ല, അക്ബർ അംഗീകരിക്കുന്നില്ല, ബിന്നി അംഗീകരിക്കുന്നില്ല. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ എതിരാണ്. വെറും സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള അപ്പാനീനെ എന്നെയും കുറിച്ച് പറയുമ്പോൾ പുറം ലോകം അത് വേറെ രീതിയിൽ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി ചെയ്യും? ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? ഇനി ആരും സൂത്രം കാണിച്ചാ പുറത്തു പോകുമ്പോ നെഗറ്റീവ് അടിക്കാനാ ചാൻസ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസിയായിട്ട്. ഇനി ശ്രദ്ധിച്ചോ, ഇനി ശ്രദ്ധിക്കാം. ഇല്ലില്ല, അവിടെ ഒന്നും ഇല്ല. CCTV ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? റോങ് ആവത്തേ ഉള്ളൂ. എന്തോ സംഭവം ഉണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. എനിക്ക് കാണണം കേട്ടോ. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ചേച്ചി വേറെ മൂടില്ല. എല്ലാരും ആലോചിക്കുക, നല്ലപോലെ കളിക്കുക. ഓക്കെ, ഇത് തീർന്നില്ലേ? സമയമായി, ഓട്ടോയിൽ കയറൂ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. തള്ളിക്കോളൂ. അങ്ങനെ ഒരാൾ പറയുമ്പോ ഉടനെ തകരുന്നതാണോ? ബിൻസി ഇച്ചിരി ബോൾഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. സൈബർ ബുള്ളിങ്ങിനെ പേടിക്കുന്നുണ്ട്? പേടിക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഇറങ്ങി പേടിക്കുന്നില്ല, പക്ഷേ പേടിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലാലേട്ടൻ പോലും എത്രയോ സൈബർ ബുള്ളിങ് നേരിടുന്നു. ലാലേട്ടനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ആരുമല്ലല്ലോ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ഞാൻ ലാലേട്ടനോട് എനിക്ക് ക്രഷ് തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജനയുടെ ഇന്റർവ്യൂല്. അതിന് ലാലേട്ടനോട് ബിഗ് ബോസിൽ ആരോടാണ് ഏറ്റവും ഒരു പ്രണയം തോന്നിയെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് ലാലേട്ടനോടാണ് എന്റെ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം, ഞാൻ ചിരിക്കാം. ഞാനിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞത്. അപ്പൊ അതിന് പോലും ആൾക്കാരെ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിനെ ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. നിന്നെ കൊണ്ട് എടുത്താൽ പോകാത്ത കാര്യം ഇവിടെ പറയണ്ട, സൂക്ഷിച്ച് സംസാരിക്കണം. എല്ലാമാണ് ചാച്ചനെ ചൊറിയുമ്പോഴാണ് ഞാൻ പൊളയുന്നത്, ഞാൻ ചെറവാവും, കയ്യും കാലും ഒക്കെ തല്ലി ഒടിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക.
അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ചാച്ചനും അമ്മാവൻ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തിയാണ്. അയ്യോ ഒരിക്കലും അല്ല. എന്റെ ചാച്ചൻ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരു ഓട്ടോ ഓടിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒരുപാട് ജീവിതങ്ങൾ കണ്ണിൽ കാണുന്ന ആളാണ്. ഞങ്ങളെ നല്ല രീതിയിൽ ഫ്രീഡം തന്നാണ് ചാച്ചൻ വളർത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവര് വളർന്നു വന്നതും കണ്ടതുമായിട്ടുള്ള സാഹചര്യം അല്ലെ അവര് ചെറുതിലേ ഉണ്ടായിരുന്ന പോലെ അല്ല. ഇപ്പൊ നമുക്ക് അത്രയും സൗകര്യങ്ങളുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ലോക പരിചയമുണ്ട്, ലോക വിവരമുണ്ട്. എന്റെ അമ്മേ, ഞങ്ങളിത് എങ്ങനെ വിശ്വസിക്കും? വിവരമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചു. ഇവരാണ് ഇവിടെ കൊണ്ടിരുത്തിയത്. അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. അപ്പൊ അതിന്റെ അഭിപ്രായം അതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആറ്റിറ്റ്യൂഡ് പിടിക്കുന്നു. ഇനി അതിന്റെ കാര്യം ചൊറിയാൻ തുടങ്ങുന്നു. എന്തായാലും മരണം ഉറപ്പായി. ചാച്ചൻ പറഞ്ഞല്ലോ ഭയങ്കര പുരോഗമനവാദിയാണ്, അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണ് എന്ന് പറഞ്ഞല്ലോ. മാങ്ങാത്തൊലിയല്ല, പുരോഗമനം ചേർന്ന് പുരോഗമനവാദം ചില സമയത്തൊക്കെ മാങ്ങാത്തൊലിയാണ്. ചമ്മി കാര്യമുണ്ട് ഇവിടെ ഇരുന്നാ പോരെ. പല സമയത്തും അത് പല വ്യക്തിത്വങ്ങളോട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പുരോഗമനവാദം ഒത്തിരി ആയാലും പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വലിയൊരു പോയിന്റ് അല്ലടോ. റിലേഷൻഷിപ്പുള്ള ഒരു ബോയുടെ കൂടെ ഒരു പെണ്ണിന് ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇയാൾ ഇതുവരെ 26 വയസ്സേ ആയിട്ടുള്ളൂ പറഞ്ഞിട്ട് പോലും ആ രീതിയിലോട്ട് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. എന്നെ കുറിച്ചില്ലേ ഇത് കൂട്ട് ചോദ്യവും 26 വയസ്സായിട്ട് നീ എന്ത് ചോദ്യം ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കും. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. സ്വാഭാവികമായിട്ടും RJ ബിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു മറ്റൊരു പുരുഷനുമായിട്ട് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത്, പൊതുസ്ഥലത്ത് ചുംബിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ചാച്ചൻ പ്രതികരിക്കാതെ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ഒന്നാമത്തെ കാര്യം, RJ ബിൻസി ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അതിന് ഒരു അർഹത വേണം, ഒരു മിനിമം ക്വാളിറ്റി വേണം. അപ്പൊ ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുള്ളൂ. ഞാൻ ഒരാൾക്ക് കിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുള്ളൂ. സമയത്ത് കൃത്യമായിട്ട് കളിച്ചിരുന്നെങ്കിൽ ബിൻസിക്ക് അവിടെ നിലനിൽക്കാമായിരുന്നു. പിന്നെ വന്നിട്ട് ഇപ്പൊ കടന്നു ഓവർ ഷോ, ചീപ്പ് ഷൈനിങ്. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. ആ ഒരു അഭിപ്രായത്തോടെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഭയങ്കര മോശമായിട്ട് നോക്കിക്കാണുന്ന പോലില്ല, നോക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതെ, എനിക്ക് കാണാൻ പോലും താല്പര്യമില്ല. അവന്മാരെനിക്ക് കാണണ്ട, വെറുത്തുപോയി. അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും. അതിനൊന്നും ഇല്ലേ? ഇവരെങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം? അത് പൈസയുടെ പവർ എന്ന് വേണേൽ നമുക്ക് പറയാം. എന്തോ എങ്ങനെ പൈസയുടെയും പവറിന്റെ മാത്രമല്ല മോളെ, കണ്ടന്റ് കൊടുക്കും എന്നുള്ള ഉറപ്പ്, ആ ഒരു ശാനം കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ ആ സാധനം പറഞ്ഞത്. മനസ്സിലായില്ലേ? 100% ഞാൻ യോജിക്കുന്നു. നിന്നെ കൊണ്ടൊരു മാങ്ങാണ്ടിയും പറ്റിയില്ല. നീ ആദ്യം തൊട്ട് അതിനകത്ത് പോയി ഒരു മൂലക്ക് ഇങ്ങനെ മാറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവസാനം പോകുന്നതിന് ഒരാഴ്ച മുന്നേ അപ്പാനിയുടെ കൈയും പിടിച്ച് തൂപ്പിച്ചോണ്ടിരുന്നു. ഇതാണ് നീ ചെയ്തത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അനുമോൾ